ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പുതിയ ഒരു പ്രൊജക്ട് കാർ, അതൊരു JDM വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ റെസ്റ്റോറേഷനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സഫൂജ്. ആളാണ് വണ്ടി സെറ്റ് ചെയ്ത് തന്നത്. വളരെ റയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പം നമ്മൾ ഗ്യാരേജിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമ്മൾ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും ഈ ഇയർ ഫെബ്രുവരി ആകുമ്പോഴത്തേനും തീർക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഒരു ലൈസൻസ് എടുക്കാനുള്ള ഒരു കാലതാമസം, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമുക്കത് ഇപ്പോഴും ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുവിധം പരിപാടികളൊക്കെ തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്യാരേജ് ഒക്കെ തുടങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഒരു വണ്ടി കൂടിയാട്ടോ ഇത്. അപ്പോൾ എന്നാലും ഇത് നേരത്തെ എത്തി. വണ്ടി ഏതാന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ കീ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ കീ. അപ്പോൾ ഒരുപാട് പേര് റെസ്റ്റോറേഷന്റെ വീഡിയോസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ ആക്ച്വലി കുറേ വണ്ടികൾ ചെയ്തായിരുന്നു. കൊറോണയുടെ ടൈമിലാണ് നമ്മൾ റെസ്റ്റോറേഷന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും കുറേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാതും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ മടുപ്പിക്കുന്നില്ല, വണ്ടി ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് വണ്ടി കേട്ടോ. ഈ വണ്ടി നമ്മളെ അധികാരം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇച്ചിരി റയറാണ് വണ്ടി. ടൊയോട്ടയുടെ മാർക്ക് 2 ആണ്. ഇതിലൊരു ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇതിനൊരു പില്ലർലെസ് ഡോറാണ് വരുന്നത്. 98 ഓർ 96 മോഡലാണ് ഈ വണ്ടി. അല്ലേ, ഇതിനൊരു പില്ലർലെസ് ഡോറാണ് വരുന്നത് അന്ന് തന്നെ. ഇന്റീരിയറിന്റെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്റീരിയറിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ. കണ്ടില്ലേ, അത്യാവശ്യം പരിതാപകരമാണ് ഇന്റീരിയറിലെ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, കുറെ പാർട്സ് ഇവിടെ ഇളക്കിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഫിക്സ് ചെയ്യണം. എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇതുപോലത്തെ വണ്ടികളാണ് കൂടുതൽ വരുന്നത്. എല്ലാം ഇളകി പറഞ്ഞു കിടക്കുന്ന വണ്ടികളാണ് കൂടുതൽ നമുക്ക് തന്നെ. ഇത് ആക്ച്വലി വേറൊരു ഗ്യാരേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫുൾ വർക്ക് എടുത്ത് പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത് ഒരു കിള്ള സാധനമാക്കി ഇറക്കും. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു ലുക്ക്. ഇതിന്റെ ഒരു ടെയിൽ ലാമ്പ് ഉണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് വന്നിട്ടുള്ളത്. ഇതൊരു പണ്ടത്തെ മോഡലിലേക്ക്, അതായത് ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പഴയ സ്റ്റൈൽ പിടിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ അന്ന് മുതലേ കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ്. കണ്ടല്ലോ, ഈ സൈഡിൽ നിന്ന് ഇതുവരെ ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു 2 പീസായിട്ടാണ് കേട്ടോ. സെൻറ്ററിൽ ഒരു പീസ്. ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ഇല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പക്ഷെ മൊത്തം നാശമായി കിടക്കുക. വണ്ടി ഒരുപാട് കാലമായിട്ട് നിർത്തിയിട്ടേക്കുന്നതിന്റെ രേഖാചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി ഈ വണ്ടി പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. അണ്ടർ ദ ഹുഡ് ഇറ്റ്സ് എ ഡീസൽ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് തുറക്കാൻ ഇച്ചിരി ടാസ്ക് ആണ്. എന്താണ് ഞാൻ തുറന്ന് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടേജ് ഓൾമോസ്റ്റ് ഫുൾ ഒറിജിനാലിറ്റിയിലാണ് നിൽക്കുന്നത്. 2 ഫോഗ് ലാമ്പ് മാത്രം ചെയ്തതിലാണ് ഒരു ചെറിയ അപാകതകളുള്ളൂ. അല്ലാതെ വേറെ വലിയ രീതിയിലുള്ള വൃത്തികേടൊന്നും വണ്ടിയിലില്ല. ഈ ഫോഗ് ലാമ്പ് ആക്ച്വലി അഡീഷണൽ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. ഇത് ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതല്ലേ, ഇതാണ് വണ്ടിയുടെ അവസ്ഥ. പവർ വിൻഡോയുടെ കൺട്രോൾസ് ഒക്കെ പൊട്ടി നാശമായിട്ടിരിക്കുകയാണ്. പാർട്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ആ സൈഡിൽ ഡോർ പാഡൊന്നും ഇല്ല. അപ്പോൾ നമ്മളിത് എന്താണേലും ഫുള്ള് പണിത് സെറ്റപ്പ് ആക്കി ഇറക്കും. 1,28,247 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തേക്ക്. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ്. വണ്ടിയുടെ ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല വണ്ടി നിൽക്കണത്. എന്നാലും ഞാനത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. അതുപോലെ തന്നെ ഇവിടെയും കാണാം ജാപ്പനീസിൽ എഴുതിയേക്കുന്ന സ്റ്റിക്കേഴ്സ് കാണാം. എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട്. അന്ന് തന്നെ കണ്ടില്ലേ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോൾബി ആണ് ഈ സിസ്റ്റം. ഡോൾബിയുടെ ഒരു ചിഹ്നമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ടൊയോട്ടയുടെ മാർക്ക് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ വണ്ടിയുടെ പേര്, മാർക്ക് 2. അപ്പോൾ ഇത്രയാണ് അകത്തെ പരിപാടികൾ. എന്താണ്, മൊത്തം ഡസ്റ്റിയാണ്. ഫുള്ള് ഇന്റീരിയർ മൊത്തം പൊടിയും ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം നേരം ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. പല ടൊയോട്ടയിലും ഉള്ള ഒരു ചെറിയൊരു ഫീച്ചറും കൂടി ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഇവിടെ ഒരു AC വെന്റ് ഉണ്ട്. ഇത് എന്തിനാന്നുള്ളത്, നമ്മുടെ കാലിലേക്കുള്ളത് അവിടെ ഉണ്ട്. അതല്ലാണ്ട് നമ്മുടെ ബാക്കിയുള്ള പ്രൈവറ്റ് പാർട്ടൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഉണ്ടോ, ഇത്രയും കാലം കഴിഞ്ഞെങ്കിലും ആ പില്ലർലെസ് ഡോർ എല്ലാം പക്കയാണ്. ഇപ്പോൾ ഉള്ള ജർമ്മൻ വണ്ടികളുടെ പില്ലർലെസ് ഡോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ വണ്ടികൾക്ക് ഡോർ തുറക്കുമ്പോൾ ഇതൊരു ശകലം താഴത്തേക്ക് വരും, അടയുമ്പോൾ കയറിപ്പോവും. അങ്ങനത്തെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിന് ആ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ ലീക്ക് ആകാനുള്ള ചാൻസും കൂടുതലാണ്. ഇതാണ് ഈ വണ്ടിയിൽ വരുന്ന ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. ഒരു ടർബോ എഞ്ചിനാണ്. കാണുമ്പോൾ ഏകദേശം നമ്മുടെ കോളീസിന്റെ എഞ്ചിനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും
അതിൽ നിന്ന് അത്യാവശ്യം വ്യത്യാസമുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ഈ വണ്ടിയുടെ ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ ടർബോ എഞ്ചിൻ. ഡീസൽ ടർബോയിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മേറ്റ് ചെയ്തൊരു ടൊയോട്ടയുടെ മാർക്ക് 2 ആണിത്. കണ്ടില്ലേ, ഇതാണ് വണ്ടിയുടെ അവസ്ഥ. നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ഇവനെ സ്റ്റാർട്ട് ചെയ്യാൻ. റേഡിയേറ്റർ ഇല്ല, അതുപോലെ തന്നെ ടർബോയും ഇല്ല കേട്ടോ. ടർബോ ഇത്രേ ഉള്ളൂ, ബാക്കി അഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ആണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. ഫുഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ കേട്ടോ. അലോയിൽ വരുന്നൊരു കപ്പുണ്ട്, അത് മിസ്സിങ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ലിഡ്. അല്ല, അന്നത്തെ ഒരു സാധനമാണേലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ബാക്കി ഇതിന്റെ ഫുൾ അപ്ഡേറ്റ്സും ഫുൾ വർക്കിന്റെ ഒക്കെ വീഡിയോസും ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.